ഒട്ടനവധി നിഗൂഢതകളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ഉന്നയിക്കുന്നതാണ് ആമസോൺ കാടുകൾ. തെക്കേ അമേരിക്കയിലെ വിവിധ രാജ്യങ്ങളിലായി കിടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ വനമേഖലയാണ് ആമസോൺ. ഇന്നുവരെ ആധുനിക മനുഷ്യൻ കടന്നു ചെല്ലാത്ത പല പ്രദേശങ്ങളും അതുപോലെ തന്നെ ഉത്തരം കിട്ടാത്ത പല മിത്തുകൾക്കും സാക്ഷിയാണ് ആമസോൺ വനങ്ങൾ. ഇതിലൊന്നായിരുന്നു പെറുവിലെ ആമസോൺ വനാന്തരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന തിളയ്ക്കുന്ന നദി. നൂറ്റാണ്ടുകളായി പ്രദേശവാസികൾ പറയുന്ന പഴങ്കഥകളും യുദ്ധത്തിനായി പോയ സേന തിരിച്ചു വരാത്തതും തുടങ്ങി ഒട്ടേറെ മിത്തുകൾ ഈ നദിയെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ട്. സ്പാനിഷ് യാത്രികരുടെ കഥകളിലും ഈ നദിക്ക് സ്ഥാനമുണ്ട്. പക്ഷേ പെറുവിൽ ഇത്തരമൊരു തിളയ്ക്കുന്ന നദിക്കുള്ള സാധ്യത ഗവേഷകർ എന്നും തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇതിനൊരു കാരണമുണ്ട്. പ്രകൃതി തിളയ്ക്കുന്ന തടാകങ്ങൾ ലോകത്ത് പലയിടങ്ങളിലായി കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയൊരു തടാകം നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്തായി ഒരു അഗ്നിപർവ്വതം ഉണ്ടായിരിക്കണം. അഗ്നിപർവ്വതങ്ങളോട് ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള തിളയ്ക്കുന്ന തടാകങ്ങൾ കാണപ്പെടുന്നത്. എന്നാൽ പെറുവിലെ ആമസോൺ മേഖലയിൽ ഇത്തരമൊരു അഗ്നിപർവ്വതത്തിൻ്റെ സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗവേഷകർ ഈ നദിയുടെ കാര്യം തള്ളിക്കളയുകയാണ് ചെയ്തത്. എന്നാൽ ഈ നദിയും തേടി തുനിഞ്ഞിറങ്ങിയ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ആൻഡേഴ്സ് റൂസോ. ശാസ്ത്രത്തിനും തെറ്റുപറ്റാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ നദി കണ്ടെത്താനായി ഇറങ്ങിയത്. ജിയോ തെർമൽ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ശേഷമാണ് പെറുവിലെ പല ഭൗമശാസ്ത്രജ്ഞരോടും ഇത്തരമൊരു നദിയെക്കുറിച്ച് ഇദ്ദേഹം തിരക്കുന്നത്. എന്നാൽ എല്ലാവരും ഈ സാധ്യത തള്ളിക്കളയുകയാണ് ചെയ്തത്. ഒടുവിൽ നദി കണ്ടെത്താനായി റൂസോ വനമേഖലയിൽ താമസിക്കുന്ന പ്രദേശവാസികളെ അന്വേഷിച്ചു പോയി. അവരിൽ നിന്നും കേട്ടറിഞ്ഞ മിത്തുകളും കഥകളും ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം നദി കണ്ടെത്താനായി തുനിഞ്ഞിറങ്ങിയത്. ഈ വനാന്തര ഗ്രാമങ്ങളിൽ ഒന്നിലാണ് റൂസോ ജനിച്ചത്. നദിയെക്കുറിച്ച് അന്വേഷിച്ചു പോവുകയാണെന്ന് അമ്മയോട് പറഞ്ഞ അദ്ദേഹം അമ്മയിൽ നിന്ന് ഒരു കാര്യം അറിയാൻ ഇടയായി. റൂസോയുടെ അമ്മയുടെ സഹോദരി ഈ നദിയിൽ നീന്തിയിട്ടുണ്ടെന്ന്. ഇതോടെ അമ്മയെയും അമ്മയുടെ സഹോദരിയെയും കൂട്ടി നദി കണ്ടെത്താൻ റൂസോ ഇറങ്ങി. വൈകാതെ തന്നെ തിളയ്ക്കുന്ന നദി കണ്ടെത്തുകയും ചെയ്തു. 2 ദിവസത്തെ യാത്രയ്ക്കൊടുവിലാണ് നദി കണ്ടെത്തിയതെങ്കിലും അതത്ര വെല്ലുവിളി നിറഞ്ഞ യാത്രയായിരുന്നില്ലെന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞു. നദി കണ്ടെത്തിയ ഉടനെ അതിൻ്റെ താപനില അളക്കുകയാണ് റൂസോ ചെയ്തത്. തിളയ്ക്കാനുള്ള ചൂട് ഇല്ലായിരുന്നുവെങ്കിലും തൊട്ടടുത്ത് ഏകദേശം 86 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് നദിക്കുണ്ടായിരുന്നു. അതേസമയം റൂസോയുടെ അമ്മയുടെ സഹോദരി നീന്തിയ കാര്യം കൂടി പരിഗണിച്ചാൽ നദിയിലെ ജലത്തിൻ്റെ താപനില കൂടിയും കുറഞ്ഞും കാണപ്പെടുന്നു. സ്പാനിഷ് യാത്രികരും പറഞ്ഞതുപോലെ ചില സമയങ്ങളിൽ നദി തിളച്ചുമറിയാനുള്ള സാധ്യതയുണ്ടെന്നും റൂസോ പറയുന്നു. 2014 റൂസോ ഈ നദി ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മറ്റ് ഹോട്ട് സ്പ്രിങ്ങുകളേക്കാൾ വ്യത്യസ്തമായിരുന്നു ഈ നദിയിലേത്. ഒന്ന്, മറ്റുള്ള സ്ഥലങ്ങളിൽ ഉള്ളതിനേക്കാൾ അസ്വാഭാവികമായ ചൂട്. രണ്ടാമതായി, ഏതാണ്ട് 3 കിലോമീറ്ററോളം ദൂരം ഇത്തരത്തിലുള്ള കനത്ത ചൂട് അനുഭവപ്പെടുന്നു. ഹിമാലയത്തിൽ ഉൾപ്പെടെ ഇത്തരം ഹോട്ട് സ്പ്രിങ്ങുകൾ ഉണ്ടെങ്കിലും ഇതെല്ലാം ഏതാനും മീറ്റർ ദൂരത്തേക്ക് മാത്രം നദിയെ ചൂട് പിടിപ്പിക്കുന്നവയാണ്. 2013 മുതൽ 17 വരെയുള്ള ഈ അസാധാരണ താപനിലയുടെ കാരണം കണ്ടെത്താൻ റൂസോ നദിയെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഒടുവിൽ നാഷണൽ ജിയോഗ്രഫിയിലെ ഗവേഷകരുടെ കൂടി സഹായത്തോടെ നടത്തിയ പഠനത്തിൽ തിളയ്ക്കുന്ന നദിയുടെ പിന്നിലെ രഹസ്യം റൂസോ കണ്ടെത്തി. ഭൂമിക്കടിയിൽ നിന്നെത്തുന്ന താപവാതം തന്നെയാണ് നദിയെ ചൂട് പിടിപ്പിക്കുന്നതെന്നാണ് റൂസോ തിരിച്ചറിഞ്ഞത്. പക്ഷേ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഒരു നിശ്ചിത പ്രദേശത്ത് മാത്രം 100 കണക്കിന് വിള്ളലുകളുണ്ട്. ഈ വിള്ളലുകളിലൂടെയാണ് താപവാതം പുറത്തേക്ക് വഹിക്കുന്നത്. വിള്ളലുകളുടെ എണ്ണത്തിലുള്ള കൂടുതലാണ് നദിയിലെ താപനില മറ്റ് ഹോട്ട് സ്പ്രിങ്ങുകളേക്കാൾ ഉയർത്താൻ കാരണവും. ഭൂമിയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഹൈഡ്രോ തെർമൽ പ്രതിഭാസങ്ങളിൽ സമാനതകളില്ലാത്തതാണ് പെറുവിലെ ഈ തിളയ്ക്കുന്ന തടാകം. പക്ഷേ തടാകത്തിൻ്റെ രഹസ്യം കണ്ടെത്തിയത് കൊണ്ട് മാത്രം റൂസോയുടെ തിളയ്ക്കുന്ന നദിയിലെ ഗവേഷണം അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഈ പ്രത്യേക താപനിലയിൽ നദിയിൽ ജീവിക്കുന്ന ചെറുജീവികളെക്കുറിച്ചുള്ള പഠനത്തിലാണ് റൂസോ.